കണ്ണൂർ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടിന്റെ ഒന്നാം ഘട്ടം പ്രവൃത്തി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഇന്ന് മികച്ച നിലവാരത്തിലുള്ള BMNBC സംവിധാനത്തിലാണ് കേരളത്തിൽ റോഡുകൾ നിർമ്മിക്കുന്നതെന്നും സംസ്ഥാനത്ത് ആകെ 35,000 കോടി രൂപയാണ് റോഡ് നിർമ്മാണത്തിനായി മാറ്റിവെച്ചതെന്നും മന്ത്രി പറഞ്ഞു. മലയോര ഹൈവേ, തീരദേശ ഹൈവേ, തുരങ്കപാത തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഈ സർക്കാരിന്റെ കാലത്ത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. PWDക്ക് മാത്രമായി കിട്ടിയതാണ് ഞാനിവിടെ പറഞ്ഞത്. 46,145 കോടി 528 പദ്ധതികൾ. ഇതൊക്കെ ഒരു 10-30 കൊല്ലം കഴിഞ്ഞ് വരേണ്ട പദ്ധതികളാണ്. കാരണം കേരളത്തിന്റെ ഒരു സ്ഥിതി വെച്ച് ഇതിനൊക്കെ ഫണ്ടില്ല. അവിടെയാണ് കിഫ്ബി വന്നു. കിഫ്ബിയിലൂടെ 30 കൊല്ലം അപ്പുറത്തേക്കുള്ള വികസനം യാഥാർത്ഥ്യമാക്കാനായി. ഇങ്ങനെ വലിയ കുതിപ്പാണ് നാട്ടിലുണ്ടായിട്ടുള്ളത്. ഈ കുതിപ്പ് ജനങ്ങൾ സ്വന്തം ജീവിതത്തിൽ തിരിച്ചറിയുന്നു. ഈ വികസന നയം കേരളത്തിൽ ഇനിയും തുടരണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണ്ടതുണ്ട്. നമുക്കൊന്നിച്ച് ഈ നാടിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. ഉദ്ഘാടനം നിർവഹിച്ചതായി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടന്ന പരിപാടിയിൽ രജിസ്ട്രേഷൻ, പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. കണ്ണൂർ നഗരത്തിലെ 11 റോഡ് ശൃംഖലകൾ ശാസ്ത്രീയമായി വികസിപ്പിക്കുക. വാഹന ഗതാഗതത്തിന് പുറമെ കാൽനട യാത്രക്കാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കും. നല്ല വീതിയുള്ള കാൽനടക്ക് പരിഗണിക്കുന്ന വീതിയുള്ള റോഡ്. രാത്രികാലങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിലേക്കോ തിരിച്ചോ വരുന്നതിന് ആരുടെയും സഹായം ആവശ്യമില്ല. യുവതികൾക്കോ യുവാക്കൾക്കോ മുതിർന്നവർക്കോ എല്ലാവർക്കും സഞ്ചരിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളുള്ള സംവിധാനം. 40,646 കിലോമീറ്റർ നീളമുള്ള 11 റോഡുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. കന്റോൺമെന്റ് റോഡ്, താലൂക്ക് ഓഫീസ് റോഡ്, സിവിൽ സ്റ്റേഷൻ റോഡ്, ജയിൽ റോഡ് എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി പൂർത്തീകരിക്കുക. 16.85 കോടി രൂപയാണ് പദ്ധതിക്ക് ഭരണാനുമതി. താവക്കര റെയിൽവേ അണ്ടർപാസിനടുത്തുള്ള സർവീസ് റോഡിൽ LED വീഡിയോ വാൾ, ലാൻഡ്സ്കേപ്പ് ചെയ്ത ചെടികളും ഇരിപ്പിടങ്ങളും, മൗണ്ടഡ് പ്ലാന്റർ ബോക്സുകൾ എന്നിവ ക്രമീകരിച്ച നടപ്പാതകൾ, ഹാൻഡ് റെയിലുകൾ, തെരുവ് വിളക്കുകൾ, മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിയവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുനർരൂപകൽപ്പന ചെയ്ത ട്രാഫിക് സർക്കിളുകൾ, ജംഗ്ഷൻ എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. KV സുമേഷ് MLA, കണ്ണൂർ കോർപ്പറേഷൻ താളിക്കാവ് കൗൺസിലർ അജിത് പാറക്കണ്ടി, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KM ഹരീഷ്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PK മിനി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C സുജിത് കുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് P അജയകുമാർ, സുരേഷ് ബാബു എളയാവൂർ, V രഘുത്തമൻ, രാകേഷ് മന്നമ്പെത്ത്, KP പ്രശാന്ത്, PC അശോകൻ, അസ്ലം പിലാക്കിൽ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.